ആ രീതിയിലെ ശിർക്ക് കടന്നു വന്ന ജനവിഭാഗത്തെ തൗഹീദിലേക്ക് കൈപിടിച്ചുയർത്താൻ വേണ്ടിയാണ് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിനെ അള്ളാഹു നിയോഗിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കിയതുപോലെ 950 വർഷക്കാലത്തോളം ആ പ്രവാചകൻ ഇവരോട് പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനോട് മാത്രമേ നിങ്ങൾ പ്രാർത്ഥിക്കാവൂ. നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ അള്ളാഹുവിനോട് മാത്രമേ നിങ്ങൾ ദുആ ചെയ്യാവൂ. നിങ്ങളുടെ ഇടയിൽ ഒരു ഇടയാളന്റെ ആവശ്യമില്ല. അള്ളാഹുവിന്റെ പുറമെ നിങ്ങൾ ഒരാളെയും ആരാധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞത്, ഞങ്ങൾ വദ്ദിനെ ഒഴിവാക്കാൻ തയ്യാറല്ല, ഞങ്ങൾ സുവായിനെ ഒഴിവാക്കാൻ തയ്യാറല്ല, ഞങ്ങൾ യഹൂസിനെയോ യഹൂത്തിനെയോ നസ്രീനെയോ ഒഴിവാക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് ആ പ്രവാചകനോട് അവർ മറുപടി പറയുകയും അദ്ദേഹത്തിന്റെ ദഅവത്ത് അവർ അംഗീകരിക്കാതിരിക്കുകയും ചെയ്തപ്പോഴാണ് അല്ലാഹു തആല ആ സമൂഹത്തെ പ്രളയത്തിൽ കൂടി നശിപ്പിച്ചു കളഞ്ഞത്. ദീർഘമായ ചരിത്രമാണ്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കാലങ്ങളിലെല്ലാം തന്നെ പ്രവാചകന്മാർ നിയോഗിക്കപ്പെടുന്ന സമൂഹത്തില് ഈ രീതിയിൽ ശിർക്ക് കൊടികുത്തി വാഴുന്നപ്പോഴാണ് പ്രവാചകന്മാരെ അല്ലാഹു തആല നിയോഗിച്ചത്. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിക്കപ്പെട്ടപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. 360 പരം വിഗ്രഹങ്ങള്, 360 പരം മഹാന്മാരുടെ പ്രതിമകൾ കഅബയുടെ ഉള്ളിലുണ്ട് എന്ന് പറയുമ്പോൾ എത്രത്തോളം ശിർക്ക് ചെയ്തൊരു സമൂഹമായിരുന്നു അവര്. ലാത്തയെ ആരാധിച്ചവർ, മനാത്തെ ആരാധിച്ചവർ, ഉസ്സയെ ആരാധിച്ചവർ, അതുപോലെ ഹുബലെ ആരാധിച്ചവർ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രതിമകൾ ഉണ്ടാക്കിക്കൊണ്ട് ആ പ്രതിമകൾക്ക് ആരാധന നടത്തിയവർ, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ രൂപങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇടയാളന്മാരാക്കി ഇവരെയൊക്കെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച ആൾക്കാർ. ഇങ്ങനെയുള്ള ആൾക്കാർക്കിടയിലാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏകനായ അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. ഇങ്ങനെ ഇടയാളന്മാരെ വെച്ച് പ്രാർത്ഥിക്കുന്നതിന് അവർ ചില ന്യായങ്ങൾ പറഞ്ഞു. ഖുർആൻ നമുക്കത് പറഞ്ഞു തരുന്നുണ്ട്. ഇവര് ലാത്തയാവട്ടെ, ഉസ്സയാവട്ടെ, മനാത്തയാവട്ടെ, ഹുബലയാവട്ടെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആവട്ടെ, ഇസ്മായിൽ നബി അലൈഹിസ്സലാം ആവട്ടെ, അതല്ലെങ്കിൽ മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരോ മഹാന്മാരോ മഹത്തുക്കളോ ആവട്ടെ, ഇവരൊക്കെ ഞങ്ങള് ഇടയാളന്മാരാക്കി പ്രാർത്ഥിക്കുന്നത്, ഇവര് ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ശുപാർശ ചെയ്യും, അതിനു വേണ്ടിയാണ് ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നത് എന്നായിരുന്നു അവരുടെ ന്യായം. ഞങ്ങൾ അവരെ ആരാധിക്കുന്നത് ഞങ്ങൾക്ക് പടച്ചോന്റെ അടുക്കാൻ വേണ്ടിയാണ്, ഇവര് മുഖേന ഞങ്ങൾക്ക് അടുക്കാൻ വേണ്ടിയാണ്. ഞങ്ങൾ ക്വാളിറ്റി കുറഞ്ഞവരാണ്, ക്വാളിറ്റി ഉള്ള ആൾക്കാർ മുഖേന ഞങ്ങൾക്ക് അടുക്കാൻ വേണ്ടിയാണ്, അള്ളാഹുവിന്റെ സാമീപ്യം ലഭിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്, ഞങ്ങൾ ഇവരോട് ദുആ ചെയ്യുന്നത്, ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നത്, ഞങ്ങൾ ഇവരെ ഇടയാളന്മാരാക്കി നിർത്തുന്നത്. ഈ വിശ്വാസം വെച്ച് പുലർത്തിയ ആൾക്കാരോട് അല്ലാഹു തആല പറയാണ്, ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി ഇബാദുൻ അംസാലുക്കും. നിങ്ങൾ ഇടയാളന്മാരാക്കി വെച്ച് പ്രാർത്ഥിക്കുന്നവർ, നിങ്ങൾ നേരിട്ട് പടച്ചവനോട് പ്രാർത്ഥിക്കേണ്ടതിന് പകരം നിങ്ങൾക്കിടയിൽ ഒരാളെ നിർത്തി പ്രാർത്ഥിക്കുന്ന ആ വ്യക്തികളുണ്ടല്ലോ, ഇബാദുൻ അംസാലുക്കും, നിങ്ങളെപ്പോലെയുള്ള ഒരു അടിമകള് മാത്രം. പിന്നെ എന്തിനാണ് നിങ്ങൾ അവരെ ഇടയാളന്മാരാക്കി പ്രാർത്ഥിക്കുന്നത് എന്ന് അല്ലാഹുവിന്റെ ചോദ്യം. വല്ലദീന തദ്ഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖിത്മീർ. നിങ്ങൾ ഇടയാളന്മാരാക്കി പ്രാർത്ഥിക്കുന്ന ആൾക്കാര്, നിങ്ങൾ അള്ളാഹുവിന് പുറമെ നിങ്ങൾ ഇസ്തിഗാസ നടത്തുന്ന, സഹായതേട്ടം നടത്തുന്ന ആൾക്കാർക്ക് ഒരു കഴിവും ഇല്ല എന്ന് അല്ലാഹു തആല പറയാം. എത്രത്തോളം അള്ളാഹു നമുക്ക് അറിയുന്ന രീതിയിൽ ഒരു ഉപമ വെച്ച് പറയുന്നത് എന്ന് പറഞ്ഞാൽ, ഒരു ഈത്തപ്പഴം, ആ ഈത്തപ്പഴത്തിന്റെ ഉള്ളിലുള്ളൊരു കുരു, ആ കുരുവിന്റെ മേലെ ഉള്ള ഒരു വെളുത്ത പാടയുണ്ടല്ലോ, ആ പാട പോലും
ഉടമപ്പെടുത്താനുള്ള കഴിവില്ലാത്ത ഒരു മനുഷ്യരെയാണ്, ഒരു അടിമകളെയാണ് നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്, നിങ്ങൾ സഹായാർത്ഥന നടത്തുന്നത്. നമുക്കറിയാലോ അള്ളാഹുവിന്റെ കഴിവ് എത്രത്തോളമാണ്. അള്ളാഹു അല്ലാത്ത ഒരു ശക്തിക്കും ഒരു കഴിവുമില്ല എന്ന് അനുഭവത്തിൽ കൂടി നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. 11 ദിവസമായല്ലോ ഒരു വലിയ ഒരു ലോറി മണ്ണിന്റെ അടിയിൽ അകപ്പെട്ടു. തീപ്പെട്ടി അല്ലാലോ അകപ്പെട്ടത്. എന്നിട്ട് എവിടെയാണുള്ളത്, എവിടെയാണ് ഇതിന്റെ ലൊക്കേഷൻ എന്ന് കണ്ടുപിടിക്കാൻ എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ടായിട്ടും കഴിയുന്നില്ലെങ്കിൽ അള്ളാഹുവിന്റെ കഴിവ് എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഒരൊറ്റ സംഭവം നമുക്ക് മുന്നിൽ അതൊരു ആയത്തായിട്ടാണ്, അതൊരു ദൃഷ്ടാന്തമായിട്ടാണ് അള്ളാഹു നമുക്ക് കാണിച്ചു തരുന്നത്. അത്രപോലും ഒരാൾക്കും ഒന്നിനും കഴിവില്ല. എന്നിട്ട് നിങ്ങൾ എന്തിനാണ് അള്ളാഹുവിന്റെ ഇടയിൽ ഒരാളെ ഇടയാളന്മാരാക്കി പ്രാർത്ഥിക്കുന്നത്? നിങ്ങൾ ആരെ ഇടയാളന്മാരാക്കി പ്രാർത്ഥിക്കുന്നോ, അത് അമ്പിയാക്കളാവട്ടെ, ഔലിയാക്കളാവട്ടെ, മഹാന്മാരാവട്ടെ, ബദരീങ്ങളാവട്ടെ, ശുഹദാക്കളാവട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്ന വിഗ്രഹങ്ങളോടും ദൈവങ്ങളോടും സാങ്കല്പിക ദൈവങ്ങളോടും നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ, ആ പ്രാർത്ഥനയൊന്നും തന്നെ, ആ ദുആ ഒന്നും തന്നെ അവർ കേൾക്കുകയില്ല എന്നാണ് അല്ലാഹു തആല വളരെ കൃത്യമായി കൊണ്ട് പറയുന്നത്. മാത്രമല്ല അന്ത്യദിനത്തിൽ അവർ നിങ്ങളുടെ ശത്രുക്കളായിരിക്കും. ഈസാ നബി അലൈഹിസ്സലാമിനെ വിളിച്ച് പ്രാർത്ഥിച്ച യേശുവേ കാക്കണമേ എന്ന് പറഞ്ഞ ക്രിസ്ത്യാനികൾക്കെതിരിൽ ഈസാ നബി അലൈഹിസ്സലാം നാളെ പടച്ചവന്റെ മുന്നിൽ സാക്ഷി പറയുമെന്ന് പരിശുദ്ധ ഖുർആനാണ് നമ്മളോട് പറഞ്ഞു തരുന്നത്. എന്നിട്ട് അല്ലാഹു തആല ചോദ്യം ചോദിക്കുന്നുണ്ട് നമ്മളോട്, അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു, അല്ലാഹുവിന്റെ അടിമക്ക് അല്ലാഹു പോരേ എന്ന്. എന്തിനാണ് മറ്റൊരുത്തർ? അല്ലാഹുവിന്റെ അടിമക്ക് അല്ലാഹു പോരേ എന്ന് അല്ലാഹു നമ്മളോട് ചോദിക്കുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ ചോദ്യം, അല്ലാഹു അറാദനി അല്ലാഹു ബിളുർരിൻ അൽഹുന്ന കാശിഫാതു ളുർരി ഔ അറാദനി ബിറഹ്മത്തിൻ അൽഹുന്ന മുംസികാതു റഹ്മത്തി. അല്ലാഹു നിങ്ങൾക്ക് ഒരു ളുർറ് തരാൻ, ഒരു പ്രയാസം ഉണ്ടാക്കാൻ തീരുമാനിച്ചാൽ ആരെ കൊണ്ടാണ് കൂട്ടരെ അത് തടുക്കാൻ കഴിയുക? അല്ലെങ്കിൽ അല്ലാഹു നിങ്ങൾക്കൊരു കരുണ ചെയ്യാൻ തീരുമാനിച്ചു, അത് തടുക്കാൻ ആരെ കൊണ്ട് കഴിയും? എന്നിട്ട് അല്ലാഹു തആല പറയാ, ഖുൽ ഹസ്ബിയല്ലാഹ്, എനിക്ക് പടച്ചവൻ മതി, എനിക്ക് അല്ലാഹു മതി എന്ന് പറയാൻ നമ്മളെ കൊണ്ട് കഴിയണം. അമ്പിയാക്കളെ ജീവിതത്തിൽ, അതുപോലെ അമ്പിയാക്കന്മാരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. മക്കളില്ലാത്തവരുണ്ട്, രോഗം ബാധിച്ചവരുണ്ട്. ഇവരൊക്കെ അല്ലാഹുവിനോടാണ് പ്രാർത്ഥന നടത്തിയത്. അതിൻ്റെ ഇടയിൽ ഒരാളെയും ഇടയാളന്മാരാക്കിയിട്ട് അവർ പ്രാർത്ഥിച്ചില്ല എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഒരു സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ, 3 ആട് ബനൂ ഇസ്രായേലിൽ നടന്നൊരു സംഭവമാണ്. ബനൂ ഇസ്രായേലിൽപ്പെട്ട 3 ആൾക്കാർ ഒരു യാത്ര പോയി. അങ്ങനെ രാത്രിയായപ്പോ ഇന്നത്തെ പോലെ ലോഡ്ജ് സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടമാണ്. ഒരു മലഞ്ചെരുവിൽ കൂടെയാണ് അവരുടെ യാത്ര. അവര് രാത്രിയായപ്പോഴേ ഒരു ഗുഹയുടെ ഉള്ളിൽ രാത്രി കയറി താമസിച്ചു. അങ്ങനെ മറ്റേ അടുത്തുള്ള മലയുടെ മുകളിൽ നിന്ന് വലിയൊരു പാറക്കല്ല് ഉരുണ്ടു വന്ന് ആ ഗുഹയുടെ കവാടം അടഞ്ഞുപോയി. എവിടെയാണ് ഇവരുള്ളത് എന്ന് ഭൂമിക്ക്, ആകാശത്തിന്റെ ചുവട്ടിൽ ഒരാൾക്കും അറിയില്ല. അന്ന് GPS സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടോ മറ്റോ കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങളോ ഇല്ല, ഇന്നുമില്ല. അപ്പോ അങ്ങനെ ഇവർ എങ്ങനെ രക്ഷപ്പെടും? ഒരാൾക്കും അറിയില്ല ഇവരിതിന്റെ ഉള്ളിലുള്ള വിഷയം. അങ്ങനെ അവരുടെ ജീവിതത്തിൽ അവർ ചെയ്ത സൽക്കർമ്മങ്ങള് അള്ളാഹുവിന്റെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് അവർ അള്ളാഹുവിനോട് 3 പേരും അവർ പ്രാർത്ഥിച്ചപ്പോൾ ആ പാറ നീങ്ങിപ്പോയൊരു വലിയൊരു സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. നമ്മൾ എവിടെ കുടുങ്ങിയാലും, എന്തു പ്രതിസന്ധി നമുക്കുണ്ടായാലും, എന്ത് പ്രയാസങ്ങൾ ഉണ്ടായാലും, ഏത് രോഗങ്ങൾ ഉണ്ടായാലും, നമ്മൾ പടച്ചവനോട് ദുആ ചെയ്യാം.
അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അല്ലാഹു തആല അതിന് പ്രതിവിധി ഉണ്ടാക്കി തരും. ഒരുപാട് സംഭവങ്ങൾ ഹദീസുകളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. പരിശുദ്ധ ഖുർആൻ ഒരുപാട് സംഭവങ്ങളിലേക്ക് നമ്മളെ അതിലേക്ക് വെളിച്ചം നൽകുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ വാക്ക് ഉദൂനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ദുആ ചെയ്യുക, നിങ്ങൾക്ക് ഞാൻ ഉത്തരം തരുമെന്ന് കൃത്യമായി കൊണ്ട് അല്ലാഹു തആല നമ്മളോട് പറയുന്നുണ്ട്. പ്രാർത്ഥന ഒരു നിലക്കും നമ്മൾ അതിൽ നിന്ന് മാറിപ്പോകാൻ പാടില്ല. പ്രാർത്ഥിക്കണം. എല്ലാ സമയത്തും നമ്മളെ വിഷയങ്ങൾ പടച്ചവന്റെ മുന്നിൽ തുറന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ സന്നദ്ധരാകണം. എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും, എന്തൊരു ഖദർ അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ടെങ്കിലും ആ ഖദർ മാറ്റി എഴുതപ്പെടാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. അത് നേർച്ച കൊണ്ടല്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊണ്ടല്ല, മറിച്ച് അത് പ്രാർത്ഥന കൊണ്ട് മാത്രമേ അത് മാറ്റി എഴുതപ്പെടും. അതുകൊണ്ട് നമ്മുടെ വിഷയം നമ്മളെ നാഥനോട് നമ്മൾ പ്രാർത്ഥിക്കുക. എന്റെ അടിമ എന്നെ സംബന്ധിച്ച് ചോദിച്ചാൽ ഞാൻ വളരെ അടുത്തുണ്ടെന്ന് പറയണം നബിയെ എന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. അല്ലാഹു തആല നമ്മളുമായിട്ട് വളരെ അടുത്താണുള്ളത്. അതുകൊണ്ട് ആ പടച്ചവനോട് ചോദിക്കാൻ, ആ പടച്ചവനോട് പറയാൻ, ആ പടച്ചവനോട് ദുആ ചെയ്യാൻ നമുക്കിടയിൽ ഒരു ഇടയാളന്റെ ആവശ്യമില്ല. അങ്ങനെ ഇടയാളനെ വെച്ച് പ്രാർത്ഥിക്കുന്നതിനെ പറ്റിയിട്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് അത് ശിർക്കാണ്. ഖുർആൻ പറയുന്നത് അത് തൗഹീദിന് വിരുദ്ധമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുക അല്ലാഹുവിനോട് നേരിട്ട്. അപ്പോൾ ഒരു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ